എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഞാനിടുന്ന വീഡിയോസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിലിങ്ങനെ 3 ഓപ്ഷൻസ് കാണാം. അതിൽ ഓൾ എന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാവുന്നുണ്ടാവും എന്താണെന്നുള്ളത്. ഓർക്കാപ്പുളി അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ ഇരുമ്പാൻ പുളി എന്നൊക്കെ പറയും. ഇത് ഒട്ടുമിക്ക വീടുകളിലും കാണുന്ന ഒരു മരമാണ്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഒരുമിച്ചുണ്ടാകുന്നത് കാരണം നമ്മൾക്ക് ഒരു കറക്റ്റ് ഒരു ഉപയോഗത്തിന് നമുക്ക് കിട്ടാറില്ല. പെട്ടെന്ന് പഴുത്ത് നാശമായി പോകാറാണ് പതിവ്. നമ്മൾ ഏകദേശം ഒരു കറിയോ അല്ലെങ്കിൽ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നതിലേക്കാണ് അധികം ഇത് എടുക്കാറ്. അപ്പോൾ നമ്മളിത് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് എടുക്കാൻ കഴിയാറില്ല. ഒരു വിരലിൽ എണ്ണാവുന്ന അത്രയൊക്കെ നമ്മൾ എടുക്കുകയുള്ളൂ. പിന്നെ നമ്മളിത് അച്ചാറിടാനൊക്കെയാണ് എടുക്കാറ്. അല്ലാതെ വേറെ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്കിത് യൂസ്ഫുള്ളായിട്ട് കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്നൊരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസത്തോളമൊക്കെ ഒരു കേടും കൂടാതെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കഴിയും. ഒരു പ്രിസർവേറ്റീവും നമ്മളിതിലേക്ക് ചേർക്കാതെ തന്നെ. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള കുറച്ച് ഓർക്കാപ്പുളികളാണ് ഞാൻ പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഏകദേശം നന്നായിട്ട് പഴുത്തതൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പഴുത്തതൊക്കെ നാശമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ചെറുതൊക്കെ എടുത്തിട്ടില്ല കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള കുറച്ച് ഓർക്കാപ്പുളികൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് വേണം. അപ്പോൾ മുളക് എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കൊച്ചു അടുക്കളത്തോട്ടത്തിലെ ചില മുളകൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഉമ്മയും ഉപ്പയും കൂടി ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് മുളകളുടെ ഒരു കളക്ഷൻസ് ഞാൻ കാണിക്കാം. ഇത് ഒരു തരം പരന്നിട്ടുള്ള മുളകാണ് കേട്ടോ, പേരൊന്നും അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ കാന്താരിമുളകാണ്, ഒറിജിനൽ കാന്താരിമുളകാണ് ഈ കാണുന്നത്. ഇത് ചെറിയൊരു മരം ഇങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം മുളകൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഇത് വെള്ള ചീനമുളക്. നമ്മുടെ കാന്താരി മുളകിന് അത്ര അങ്ങോട്ട് കടുപ്പമില്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല എരിവുള്ള മുളക് തന്നെയാണ്. പിന്നെ ഇത് പച്ചയായിട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ വെള്ള കളറിലാണ് ഈ മുളക് ഉണ്ടാകുന്നത്. അത് പഴുത്ത് വരുമ്പോൾ സാധാ പോലെ തന്നെ നല്ലൊരു റെഡ് കളറായിട്ടാണ് ഈ ഒരു മുളകിൻ്റെ കളറ്. ഞാൻ എൻ്റെ ഒട്ടുമിക്ക റെസിപ്പിയിലും ഈ ഒരു മുളകാണ് യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം എരിവുള്ള മുളക് തന്നെയാണ് കേട്ടോ. കാന്താരി മുളകിൻ്റെ അത്ര അങ്ങോട്ട് ഇല്ലാന്നുണ്ടെങ്കിലും നല്ലോണം എരിവുള്ള മുളക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മുളകിൻ്റെ ചെറിയ ചെറിയ മരങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. ഇത് നമ്മുടെ ചെറുനാരങ്ങയുടെ ഒരു മരമാണ്. അപ്പോൾ കുറച്ച് കാലം മുമ്പൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അങ്ങനെ ഉണ്ടായി കണ്ടിട്ടില്ല. ഇത് പാഷൻ ഫ്രൂട്ട്, 1-2 വള്ളി പാഷൻ ഫ്രൂട്ടിൻ്റെതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരുപാട് ഉണ്ടായിരുന്നു, ഒക്കെ ഇങ്ങനെ നശിച്ചു പോയി. ഇപ്പോൾ 1-2 ഒക്കെ ആയിട്ടേ ഉള്ളൂ. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മുളകില്ലേ, നമ്മുടെ ഉണക്കമുളക്, മുളക് പൊടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മുളകിൻ്റെ വിത്തിട്ടുണ്ടായതാണ്. അതും ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടമുളക് എന്ന് പറയും. എന്താ പറയുക, നല്ല ഉരുണ്ടിട്ട് നല്ല ഭംഗിയുള്ളൊരു മുളകുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഇവിടെ മുളകൊക്കെ വാങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളമായിട്ടുണ്ട്. വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് മുളക് നമ്മുടെ ഈ ചെറിയൊരു അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ എടുക്കാറാണ് ഉമ്മയും ഉപ്പയൊക്കെ. മുളക് വാങ്ങേണ്ട ആവശ്യമില്ല അത്രയ്ക്ക്. നമ്മുടെ ആ ഒരു വീട്ടിലത്തെ ഒരു ആവശ്യത്തിനുള്ളത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു ഉണ്ടമുളക്. നല്ല ഭംഗിയാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മുളകാണിത്. അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പിയിലേക്കായിട്ട് ഈ ഒരു വെള്ള ചീനമുളക് ആണ് എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഏകദേശം ഒരു 10-12ഓളം ചീനമുളക് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ പഴുത്തതൊക്കെ ഇവിടെ ഇവർ പൊട്ടിച്ച് തീർന്നിട്ടുണ്ട് വീട്ടിലത്തെ ആവശ്യത്തിന്. അപ്പോൾ ഞാൻ ഈ വെള്ള കളറിലുള്ള മുളക് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി. പിന്നെ ഈ ഒരു മുളകില്ലയെന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുളകായാലും എടുത്താൽ മതി.
അപ്പോൾ ഏകദേശം ഞാൻ കുറച്ച് പഴുത്തതും അതുപോലെ തന്നെ പച്ചയൊക്കെ ആയിട്ട് ഒരു 10-15ഓളം ഞാൻ എടുത്തിട്ടുണ്ട്. ഓർക്കാപ്പുളി നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ ഒരു തണ്ടൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കാന്താരി മുളക് അല്ലെങ്കിൽ ചീനമുളക് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കേട് കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഓർക്കാപ്പുളിയുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ നന്നായിട്ട് അടച്ചുറപ്പുള്ളൊരു ബോക്സിലോ നമുക്കിത് ഒഴിച്ചിട്ട് ഒരു മാസത്തോളമൊക്കെ ഫ്രിഡ്ജിൽ ഒരു കേടും കൂടാതെ എടുത്ത് വെക്കാൻ കഴിയും. ഇത് നമുക്ക് വല്ല കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും അതുപോലെ ചമ്മന്തിയിലേക്കും നമ്മുടെ എന്താ പറയുക ചെള്ളിച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഈ ഓർക്കാപ്പുളി. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ 1 ടീസ്പൂണൊക്കെ ഇട്ടാൽ തന്നെ നല്ല പുളി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല തേക്കുന്നതിലേക്കും ചിക്കന് മസാല തേക്കുന്നതിലേക്കൊക്കെ നമുക്ക് ഈ ഒരു പേസ്റ്റ് എടുക്കാൻ കഴിയും. അപ്പോൾ അത്യാവശ്യം ഇതിൽ എരിവ് ചേർത്തത് കൊണ്ട് തന്നെ ഒരുപാട് എരിവൊന്നും നമുക്ക് നമ്മൾ വീണ്ടും ഉണ്ടാക്കുന്ന റെസിപ്പിയിലേക്കൊന്നും ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണിത്. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം.